ഹലോ, നമസ്കാരം. കുറേ കാലം വീഡിയോ ഒക്കെ ഇട്ടിട്ട് എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയാം. ഇത് ഞാൻ നിന്നൊരു ഹോസ്റ്റലിലാണ്, ലണ്ടനിലാണ്. ഒരു യാത്രയ്ക്ക് വേണ്ടി നൈറ്റ് ഇവിടെ തങ്ങേണ്ടി വന്നു. ഹോസ്റ്റലെന്ന് പറയുമ്പോൾ അത്ര വലിയ സംഭവം ഹോസ്റ്റലല്ല, ഒരു 10-6 റേറ്റിംഗ് കൊടുക്കാനേ പറ്റുള്ളൂ. 24 hours ഞാൻ എന്തെങ്കിലും ചെക്കൗട്ട് ചെയ്യട്ടെ. ഹായ്, ശരി, താങ്ക് യു. അപ്പോൾ ഗുഡ് മോർണിംഗ് ലണ്ടൻ, ഗുഡ് മോർണിംഗ് ഇൻ്റർനെറ്റ്. കുറേ കാലം വീഡിയോ ഒക്കെ ഇട്ടിട്ട് സമയം കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ ഒരു യാത്ര പോവാണ്. ഞാനിപ്പോൾ പോകാൻ പോകുന്നത് അമേരിക്കയിലേക്കാണ്. അമേരിക്കയ്ക്ക് കുറേ കാലമായിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ എന്തായാലും ഒരു ലോങ് ജേണിയാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി വീഡിയോയിൽ കാണാം. ഇതിപ്പോൾ ഇവിടെ ലണ്ടൻ കിങ് ക്രോസ് അടുത്തുള്ളൊരു ഹോസ്റ്റലാണ്. രാവിലെ ഇപ്പോൾ 7:15. ഇനി ഇവിടുന്ന് നേരെ സ്റ്റേഷനിൽ നടന്നിട്ട് അവിടുന്ന് ട്രെയിൻ എടുത്ത് ഹീത്രോ എയർപോർട്ടിൽ പോകണം. അവിടെ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ബാക്കി അവിടെ വെച്ചിട്ട് കാണാം. വെൽക്കം ടു ലാസ് വെഗാസ്. Slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. തുടങ്ങി കുറച്ചൊക്കെ. ഇവിടെ ഒരു അടിപൊളി ബിൽഡിംഗ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചുതരാം. നല്ല എക്സോട്ടിക് കാർസൊക്കെ അതിന് മുമ്പിൽ കിടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി നല്ല ഇരുട്ടായതുകൊണ്ടും പിന്നെ ടയേർഡായതുകൊണ്ടും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബിൽഡിങ്. ഒരു രക്ഷയില്ല. ഇത് എന്ത് ബിൽഡിങ്ങാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് സെൻറ്റ് പാൻക്രാസ് സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മുടെ എനിക്കൊക്കെ ഫ്രാൻസിലേക്കും ഇവിടേക്കൊക്കെ അടിപൊളി വണ്ടി എടുക്കുന്നുണ്ട്. അവിടെ മെക്ലാരൻ P1. ഇത് ഇന്നലെ രാത്രി കിടന്നായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മുടെ ഫ്രാൻസിലേക്കൊക്കെ ട്രെയിൻ ഉള്ളത്. അതായത് ഇംഗ്ലീഷ് ചാനലിൽ കൂടെ അണ്ടർ പാസേജ് ട്രെയിൻ ഇവിടെ നിന്നാണ് പോണത്, കടലിൻ്റെ അടിയിൽ കൂടെ പോണത് എന്നാണ് എൻ്റെ ഒരു ഊഹം. സെൻറ്റ് പാൻക്രാസ് ഒരു കൊട്ടാരം പോലെയാണ് കേട്ടോ, കൊള്ളാം. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് എടുക്കേണ്ടത് പിക്കാഡിലി ലൈനാണ് കേട്ടോ. അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ്. കുറേ കാലമായി ലണ്ടൻ മെട്രോ വന്നിട്ട്. എന്തായാലും 8 ഒരു വണ്ടി ഉണ്ട്, അതെടുത്ത് ചെയ്ത് പോവാമെന്ന് വിചാരിക്കണം. പിക്കാഡിലി ലൈൻ, യെസ് ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇവിടുന്ന് നേരെ പിക്കാഡിലി ലൈനിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം 5 തോന്നുന്നുണ്ട്. ഇതാണ് പ്ലാറ്റ്ഫോം 5. ഇത് തന്നെ ട്രെയിൻ. അപ്പോൾ മെട്രോ കയറി നടന്നുകൊണ്ടിരിക്കുന്നു ടെർമിനൽ 3യിലേക്ക്. ഗേറ്റ് ഏതൊന്നും അറിയില്ല. അവിടെ ചെന്ന് വിസ ചെക്കിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. US ആയതുകൊണ്ട് കുറച്ച് ഫോർമാലിറ്റീസ് കൂടുതലായിരിക്കും ബാക്കിയുള്ള കൺട്രീനെ കാട്ടി. ഇതാണ് കേട്ടോ ടെർമിനൽ 3. ഇവിടെയാണ് നമ്മുടെ മെയിൻ അമേരിക്കൻ എയർലൈൻസും അതുപോലെ ചൈനീസ്, ഓസ്ട്രേലിയൻ എയർലൈൻസ്, ജപ്പാനൊക്കെ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ മെയിൻ എയർലൈൻ ഏരിയ. ബോർഡിംഗ് പാസൊക്കെ കിട്ടി. നമ്മൾ നേരെ ടെർമിനലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഡിപ്പാർച്ചർ. അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ഇതപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എവിടെയാണ് നോക്കണം. ഗേറ്റ് നമ്പർ ഡിട്രോയിറ്റ്. ഇത് നമ്മുടെ 1 മണിക്കാണ് കേട്ടോ ഡെട്രോയിറ്റ് കിടക്കണം. 1:05. ഓക്കെ. ഹീത്രോ ഡ്യൂട്ടി പെയ്ഡ്. കള്ള്, സ്പ്രേ, എല്ലാ പരിപാടിയുണ്ട്. പറ്റുകയാണെങ്കിൽ കുറച്ച് സ്പ്രേ അടിച്ചിട്ട് പോകണം. എല്ലാ വട്ടം ഇതുപോലെയാണ്.
ഹ്യൂഗോ ബോസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ, ഒരു രക്ഷയില്ല. ഒന്നുമില്ലല്ലോ. എല്ലാ എയർപോർട്ടിലും വന്ന് ഇതുപോലെ സ്പ്രേ ബാറ്റിലായിരുന്നു ഒരു പണി. കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എന്തോരം ആൾക്കാരല്ലേ ഇന്ന് ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യണം. നല്ല തിരക്കുണ്ട്. സാറ്റർഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല, ഇനി നോക്കാം. അപ്പോൾ നമ്മുടെ ഗേറ്റ് ഷോ ആയിട്ടോ. ഗേറ്റ് നമ്പർ 36 ആണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കും. ഇനി സമയമുണ്ട്, പക്ഷേ നമുക്ക് 2 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ ട്രാവൽ റൂട്ട് വരുന്നത്. നമ്മൾ ലണ്ടനിൽ നേരെ ഫ്ലൈ ചെയ്തിട്ട് നേരെ ഡിട്രോയിറ്റ് ഉണ്ടായിരുന്നു. ഡിട്രോയിറ്റിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് നേരെ വെഗസ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഗേറ്റ്. നേരെ ഡിട്രോയിറ്റ് ആണ്, നമ്മുടെ എമിനമ്പിൻ്റെ നാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബോർഡിങ് ക്ലിയറിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അമേരിക്കൻ എയർലൈൻസ് കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഫ്ലൈറ്റ്. എയർലൈൻസ് ഉണ്ടോ 44. അപ്പോൾ അതേപോലെ നമുക്ക് മൂഞ്ചിയ സീറ്റ് കിട്ടി നടുക്കിൽ. എന്തൊക്കെയുണ്ടോ അറിയില്ല. ഡിസ്റ്റൻസ് കാണിക്കണം. എത്രയോ മൈൽസ് ഉണ്ട്, ഒരുപാട് ദൂരമുണ്ട് ഇവിടുന്ന്. ഇതാണ് കേട്ടോ ലോക്കൽ ഒറിജിനൽ ടൈം. അവിടെ കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. ലണ്ടൻ ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ലണ്ടൻ ടു ഡിട്രോയിറ്റ് ഓൾമോസ്റ്റ് 4000 മൈൽസ് കാണിക്കണം. ഒരുപാട് നേരം ഇരിക്കണം. അത് മാത്രമാണ് എനിക്കിതിൽ ഇഷ്ടമില്ലാത്തൊരു പരിപാടി. നമ്മുടെ ഫ്ലൈറ്റിലെ മദ്യമാണ് കേട്ടോ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കൊക്കക്കോളയും ബക്കാടിയും. ലോങ് ഫ്ലൈറ്റിൽ നമ്മൾ ഇറങ്ങാൻ പോവാണ്. 4 മിനിറ്റും കൂടി ഉള്ളൂ. നമ്മൾ ഒഫീഷ്യലി ഡിട്രോയിറ്റ് എത്തി കേട്ടോ. ഇനിയാണ് കടമ്പകൾ. ഇനി ഇമിഗ്രേഷൻ കാര്യങ്ങളുള്ളൂ. ഇനി അതെന്താണെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ടെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കും. ഇമിഗ്രേഷൻ എത്തി. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇമിഗ്രേഷൻ ബോർഡർ. അങ്ങനെ ഇവിടെ കാലുകുത്തി. വളരെയധികം അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഞാനെല്ലാം ബാക്കി കാണിച്ചു തരാം. അങ്ങനെ ഇമിഗ്രേഷൻ കഴിഞ്ഞു കേട്ടോ. വളരെ ഈസി. ഇത്ര ഈസി ആയിട്ടുള്ള ഇമിഗ്രേഷൻ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. 1 മിനിറ്റ് പോലും ഉണ്ടായിരുന്നില്ല. അത് അടിപൊളിയായിരുന്നു. ഒരു ബാഡ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം സ്മൂത്തായിട്ട് പോയി. ഇനി അടുത്ത ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്തിട്ട് നമ്മൾ വേഗസിക്ക് പോകണം കേട്ടോ. ഇതാണ് കേട്ടോ ഡിട്രോയിറ്റ് എയർപോർട്ട്. ഒരു ചെറിയ എയർപോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം, കുഴപ്പമില്ല. അധികം ആൾക്കാരൊന്നും കാണാനില്ല. നമുക്ക് എവിടേക്ക് പോകേണ്ടതൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ മറ്റേ ഉള്ളിൽ മെട്രോ ഒക്കെ ഉണ്ട് കേട്ടോ. അത് വിളിച്ചു. ഞാൻ ആദ്യമായിട്ട് കണ്ണീര് സെറ്റപ്പ്. അപ്പുറത്തേക്ക് കൂടി പോകുന്നുണ്ട്. കൊള്ളാം. അപ്പോൾ അതാ നമ്മൾ ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളതാ ഫസ്റ്റ് മക്ഡൊണാൾഡ്സ് ഒക്കെ കണ്ടു. ഡിട്രോയിറ്റ് എയർപോർട്ടാണ്. വലിയ ചെറിയൊരു എയർപോർട്ടാണ്. അത്ര സംഭവം എന്ന് പറയണമെന്നില്ല. അധികം പാസഞ്ചേഴ്സ് ഒന്നും ഇല്ല. ദിവസത്തിൻ്റെ ഏതോണോ ഒന്നും അറിയില്ല. എന്തായാലും ഇനിയും നമുക്കൊരു ഇപ്പോൾ US ടൈം UK ടൈം 10:30 ഇന്ത്യൻ ടൈം 4 മണി. ഇവിടെ ഇപ്പോൾ ആക്ച്വലി ഒരു 5 മണിയാവണം ഈവനിങ്. നമുക്ക് രാത്രി 8:15 അടുത്ത ഫ്ലൈറ്റ്. അപ്പം ഇനി അതും പിടിച്ച് വീണ്ടും ഇനി യാത്ര ഉണ്ട്. ഞാൻ ഇതുവരെ കാണാത്തൊരു കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എവിടെയും. ഒറ്റയ്ക്ക് പോണ കണ്ടില്ലേ? ആ 2 അമ്മമാര് പേടിച്ചിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും റിസർവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തന്നെ പോകണമെന്ന് തോന്നുന്നുണ്ട്.
അങ്ങനെ അടുത്ത ഫ്ലൈറ്റ് കയറാണ്. ഫ്ലൈറ്റ് കയറി മടുത്ത് ചാവാറായി. ഇതുകൊണ്ട് ഡൊമസ്റ്റിക്കാണ്. ഇതാണ് കേട്ടോ ഫ്ലൈറ്റ് കേരളത്തിലേക്കാണ്. ലാസ് വെഗാസ് സിറ്റിയാണ് കേട്ടോ കാണുന്നത്. ഒരു രക്ഷയില്ല, വേറെ ലെവല്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സെറ്റിലാഗ് അടിച്ച് തലവേദന തുടങ്ങി. Please stay seated with your seatbelt fastened and carry-on items stowed until the captain has turned off the seatbelt sign. Be careful when opening overhead bins to avoid injury from items that may have shifted during flight. And please ensure you have all of your personal belongings before deplaning. As you reach our gate, we invite you to use the Flight Delta app. Las Vegas Pier. ലാൻഡായി നമുക്ക് വേഗം റെൻ്റൽ കമ്പനി എവിടെയാണ് കണ്ടുപിടിക്കണം. അവരാണെങ്കിൽ 11 മണിക്ക്. ആകെ ടൈമിങ് പറ്റി കേട്ടോ. UK 7 മണി രാവിലെ, ഇന്ത്യയിൽ 12 ഉച്ചയ്ക്ക്, ഇവിടെ 10:45 രാത്രി. ഈ കാർ റെൻ്റൽ തപ്പി പിടിക്കണം. ഹോട്ടൽ തന്നെ ഫുള്ള് ഗാമ്പിളിൻ്റെ സെറ്റപ്പ് കേട്ടോ. എല്ലായിടത്തും ഉണ്ട് ഗാമ്പിൾ. ഫുൾ ചൂതാട്ടമാണ് കേട്ടോ. ചൂതാട്ടത്തിൻ്റെ 5 കളി എയർപോർട്ടിൻ്റെ ഉള്ളിൽ. കാശ് പോണ വഴി അറിയില്ല. ഒരു രാത്രി കൊണ്ട് ഒരു പിച്ചക്കാരന് പണക്കാരനാവാം, അതുപോലെ ഒരു പണക്കാരന് പിച്ചക്കാരനാവാന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ ഡയലോഗാ. ലാസ് വെഗാസ് കൊള്ളാം. കിടലിന് എയർപോർട്ടാണ് കേട്ടോ. രാവിലെ ആയാലും തിരക്കൊക്കെ ഉണ്ട്. റെൻ്റൽ കമ്പനി എവിടെയാണ് കണ്ടുപിടിക്കണം, ഒരു ഐഡിയ കിട്ടുന്നില്ല. റെൻ്റൽ തപ്പിക്കൊണ്ട് പോകട്ടെ, എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. പുറത്തിറങ്ങിയിട്ടോ നമ്മുടെ കാറ് മിക്കവാറും പോയി എന്നാണ് അർത്ഥം. നമ്മൾ കാണാനല്ല, എല്ലാം അടച്ച പോലെ എനിക്ക് കാണുന്നു. ഐഡിയ കിട്ടണില്ല. ഒഫീഷ്യലി നമ്മൾ പുറത്തിറങ്ങി അമേരിക്ക, പക്ഷെ അറിയില്ല എന്താ പരിപാടി. കണ്ട രക്ഷയില്ല കേട്ടോ വണ്ടി. ഫുള്ള് സെറ്റാണ്. നെവാഡ എയർപോർട്ട് സെറ്റിൽ കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടി കേട്ടോ ഇവിടുത്തെ സിസ്റ്റം. ഫോർഡ് ബ്രോങ്കോ ആദ്യമായിട്ട് കണ്ടു. കിടല വണ്ടികളൊന്നും രക്ഷയില്ല. ഇതൊക്കെ വെറും സാമ്പിൾ മാത്രം. ഇനി ഇവിടെ നമ്മൾ റെൻ്റൽ കാറിൻ്റെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ബസ്സുണ്ട്, ഷട്ടിൽ ബസ്. അത് അവർ ആ ഏരിയയിൽ കൊണ്ട് അവിടെ കൊണ്ട് നിർത്തും. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ പുതിയ നല്ല ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ആരൊക്കെ വണ്ടികളാണ് കേട്ടോ ഇവിടെ മൊത്തത്തിൽ കിടക്കണ. മറ്റേ വണ്ടിയുടെ പെരുപ്പായ കേട്ടോ. തിരക്കാണ്, നമ്മൾ വിചാരിക്കണ പോലെയല്ല ഇത്രയും ബസ്സുകൾ വരണം. ഇതൊക്കെ റെൻ്റൽ കമ്പനിയുടെ ഏരിയയിലേക്ക് പോകണം. റെൻ്റൽ കാറിൻ്റെ സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ. പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ലേറ്റായി, 30 മിനിറ്റ്. അതുകൊണ്ട് വണ്ടി അവൈലബിൾ ആണോ എന്ന് അറിയില്ല. വരും നോക്കി നോക്കാം. Any additional driver? No, just me. So what is mean by this collision damage? I pay for them. So that one covers only our cars. Okay. So international guests need protection in case they hit someone else. Oh, okay. Yeah. That's what this one is. It's a complete walkway. Say you're responsible. Yeah. You're rear-end someone. This will Cover everything. How much does cost extra for 7 days? So 18 times 7. 18 times 7. ഇതാണ് ഇപ്പോൾ വണ്ടി. കാലിഫോർണിയ. പക്ഷെ അവിടെ ആരും കാണാനില്ല. എന്തേലും ആവട്ടെ. ഇവിടെ മസ്താങ്കൊക്കെ എടുക്കുന്നുണ്ട്. ഈ വണ്ടി കിട്ടുകയാണെങ്കിൽ സുഖമായിരുന്നു. കിട്ടിയില്ല. എന്തായാലും
ഇത് കിട്ടി. അപ്പോൾ ഇതാണ് കേട്ടോ വണ്ടി. ഇനി ഇവിടെ നമുക്ക് സെക്യൂരിറ്റി ഗേറ്റ് പോകണം. നമുക്ക് അപ്ഗ്രേഡ് കിട്ടി, ഹ്യുണ്ടായുടെ കോണയാട്ടോ കിട്ടി, കോണ. അപ്പം എന്തായാലും ഞാൻ അവിടെ പോയി നോക്കി നോക്കാം. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ റെൻ്റൽ സർവീസിൽ നിന്ന് എക്സിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അറിയില്ലത് എവിടെ നിന്ന് പോകും. Your route avoids a road closure in 200 feet. You're on the fastest route. You will arrive at 12:22 a.m. In a quarter mile, merge onto Gillespie Street. Road. അങ്ങനെ അമേരിക്കയിൽ നമ്മളിതാ കാല് കുത്തി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കറിയില്ല എങ്ങോട്ടാ പോകണ്ടെന്ന്. ഹോട്ടലിലേക്ക് പോകണം ഫസ്റ്റ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും കണ്ടുപിടിക്കാം. അങ്ങനെ ഇവിടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് അമേരിക്കയിൽ കാല് കുത്തിയിട്ടാ. ഇതാണ് കേട്ടോ നമ്മുടെ സിറ്റിയിൽ കൂടെയുള്ള വഴികളാണ്. എനിക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെ പോകേണ്ടതെന്ന്. ചുമ്മാ അതിൽ കൂടെ ഇങ്ങനെ രാത്രി പോകുന്നുണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. അതിന് കുഴപ്പമില്ല. മെയിൻ സിറ്റി In a quarter mile, use the second from the left lane to turn left onto the I-15 North ramp. എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ട് UK പോലെ റൗണ്ട് അബൌട്ട്സ് ഒന്നും ഇല്ല കേട്ടോ. എല്ലാം സ്ട്രെയിറ്റ് ലൈൻ. At the light, use the second from the left lane to turn left onto the I-15 North ramp. Then you will use the right lane to take the I-15 North ramp to Salt Lake City. Continue for half a mile. For 7 miles. ഈ കാണുന്ന കേട്ടോ മെയിൻ സിറ്റി സെൻറ്ററും സിറ്റി സെൻറ്റർ അല്ല, ഇതെന്താണെന്ന് എനിക്കറിയില്ല. സ്റ്റേഡിയമാണ്, മറ്റേ റഗ്ബിയുടെ ഞാൻ തോന്നുന്നുണ്ട്. ഈ മാൻഡൽ ബേ ഒക്കെ ഭയങ്കര ഫേമസ് ആണ് ഈ കാണുന്നത്. പിന്നെ സത്യം പറയാൻ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഇനി എല്ലാം ഫിഗർ ഔട്ട് ചെയ്യണം ഇരുന്നിട്ട്. മൊത്തത്തിൽ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. പിന്നെ ആ സ്പിയറൊക്കെ കാണുന്നത് മെയിൻ ഇവിടുത്തെ 3 വർഷം മുന്നേ വന്നതാണ്. അത് അവിടെയാണ്, റൈറ്റ് സൈഡിൽ കാണുന്ന സംഭവമാണ്. പിന്നെ നാളെ ഇപ്പോൾ ഭയങ്കര ടയർഡാണ്. നേരെ റൂമിൽ കിടന്നുറങ്ങാന്നുള്ളൊരു മൈൻഡ് മാത്രം. പിന്നെ ക്യാമറ അപ്പം അധികം പിടിക്കാൻ പറ്റില്ല. പോലീസ് അവിടെ ഇവിടെയൊക്കെ കിടന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഡേ എന്നെ കൊളാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. എന്തെങ്കിലും നീ ഹോട്ടലിൽ വെച്ചിട്ട് കാണാം. എനിക്കിത് കാണുമ്പോൾ ശരിക്കും ദുബായൊക്കെ മിഡിൽ ഈസ്റ്റൊക്കെ ഓർമ്മ വരിക. ആ ഒരു മോഡല് ശരിക്കും മിഡിൽ ഈസ്റ്റൊക്കെ ഇതിൻ്റെ ഒരു കോപ്പിയായിട്ടാണ് ശരിക്കും അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. വേറെ കാര്യം ഇതൊക്കെ പണ്ട് മുതൽ ഇങ്ങനെ തന്നെയായിരുന്നു. കുറേ സെറ്റപ്പ് ഉണ്ട് കാണാൻ. ഒരുപാട് ഒരാഴ്ച കൊണ്ടൊന്നും അമേരിക്കയുടെ ഒരു മൂല പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പറ്റണ പോലെ നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. അതിൽ നോക്കാം. ഇവിടെ സെൽഫ് പാർക്കിംഗ് കണ്ടുപിടിച്ചോണ്ടിരിക്കട്ടോ. ടാസ്ക് പരിപാടിയാണ്. ഒരു ലെവലിൽ സെൽഫ് പാർക്കിംഗ് കിട്ടി. ഇവിടെ എവിടെയോ ചെയ്ത് പാർക്ക് ചെയ്യുക. എവിടെ വേണമെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ വിചാരിക്കും.
ഇതാണ് കേട്ടോ നമ്മുടെ ഹോട്ടല്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെക്കിങ് ക്ലോസ് ആയി. അപ്പോൾ അവർ സെക്യൂരിറ്റി വന്നിട്ട് കീ കൊടുന്നു തരാമെന്ന് പറഞ്ഞു. എന്താ അവസ്ഥ എന്നറിയില്ല. കാരണം 11:30 ഇവിടെ ക്ലോസ് ആവും. ഞാൻ എത്തിയത് 12:45. വണ്ടിയൊക്കെ എടുത്ത് വരുമ്പോഴേക്കും ലേറ്റായി. എന്തായാലും വയ്യ. ഇനി നേരെ പോയി കിടന്നുറങ്ങണം. എനിക്ക് പുറത്തൊന്നും ഇറങ്ങാൻ വയ്യ. ഫുള്ള് ഗാംബിളിങ്ങിൻ്റെ ഒരു സ്ഥലം, ചൂതാട്ട കേന്ദ്രം. ഈ ഹോട്ടലിൻ്റെ ഭാഗമാണ് കേട്ടോ. എല്ലാവരും ഇവിടെ അടിച്ചു പൊളിക്കുന്നുണ്ട്. ഇവിടുത്തെ നമ്പർ പ്ലേറ്റ് വരെ മോഡിഫിക്കേഷൻ കണ്ടില്ലേ? ഇവിടെയാണ് കേട്ടോ ഞാൻ റൂം എടുത്തത്. അടിപൊളി ഏരിയ ആണ്. ഇവിടെയൊക്കെ ആൾക്കാർ കാലിയായി. പുലർച്ചെ 3 മണിയായി. ഞാൻ ഫുഡ് കൊണ്ടുവരുന്ന ആൾ വഴുകിപ്പോയി. അതുണ്ടായത് കണ്ട മേലെ സ്ക്രീനും കാര്യങ്ങളൊക്കെ. നാളെ ഞാൻ വ്യക്തമായിട്ട് ഒന്നുകൂടി കാണിക്കാം. ഇപ്പോൾ കറക്റ്റ് പറയാൻ സമയമില്ല. ഞാനിട്ടാ ലൊക്കേഷൻ രക്ഷയില്ല. ഇങ്ങനെ ലോങ് വേണ്ട ഫുള്ള്. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഞാൻ ഹോട്ടലിൽ നിന്ന് നെക്സ്റ്റ് ഡേ ആണ്. ഹോട്ടലിൽ നിന്നൊക്കെ ഇറങ്ങി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങണ ഫസ്റ്റ് വ്യൂ കേട്ടോ. ഒരു രക്ഷയില്ല. ഇവിടെ ഭയങ്കര ബഹളാണ്. മ്യൂസിയൊക്കെ വെച്ചിട്ട് കോപ്പിറൈറ്റ് അടിക്കും മിക്കവാറും. ഇതാണ് ഡ്രൈ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. സ്ട്രിപ്പ് ഇങ്ങനെ നമുക്ക് ടോട്ടലി കാണാം. ആ എൻഡ് വരെ ഉണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് വൈബായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഇവിടെ ടൈം തെറ്റാണ്. ഇവിടെ 11 മണി 11:30 നമുക്ക് എന്തെങ്കിലും പോയി ഒന്ന് ഫുഡ് കഴിക്കണം. അതാണ് മെയിന്. പറ്റണ കാഴ്ചകളൊക്കെ എടുത്ത് കാണിച്ചു തരാം. ഇന്നലെ ഞാനിവിടെ അവിടെയായിരുന്നു നിന്നിരുന്നത്. ആ സൈഡിൽ ആൾക്കാരൊക്കെ, ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഇനി ഫുഡ് എവിടെ കിട്ടാന്നൊരു പിടിയില്ല. അമേരിക്കൻ കേട്ടോ. ഒരു രക്ഷയില്ല. ഇത് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു വലിയൊരു ലോകം. പുള്ളിതാ സ്റ്റെപ്പെടുണ്ട് അവിടെ. ദ ക്യാപിറ്റൽ എൻ്റർടൈൻമെൻറ്റ് ഓഫ് ദി വേൾഡ് എന്നാണ് ലാസ് വെഗാസിന് പറയണത്. അതിവിടെ വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. രക്ഷയില്ല. ഇത് ഇവരൊക്കെ ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റൂട്ടോ. മസിൽ മാൻമാരായിട്ട്. അതിന് പൈസ എക്സ്ട്രാ കൊടുക്കണം. കുറേ പെണ്ണുങ്ങളൊക്കെ അതിന് വേണ്ടി ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട്. കണ്ട ഫോട്ടോ എടുക്കാം. കാഴ്ചകള് എത്ര കണ്ടാലും മതിയാവാത്തൊരു കാഴ്ചകളാട്ടോ ഇവിടെ മൊത്തം. രക്ഷയില്ല. അക്കോമഡേഷൻ ഇവിടെ തന്നെ ഉണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇവിടെ വന്ന് എപ്പോൾ വേണമെങ്കിലും വരാം, ഹാങ് ഔട്ട് ചെയ്യാം. ഷെവർലയുടെ ഇതാക്കിയിട്ടിലും ട്രക്ക് നമ്മുടെ ഏതായിരുന്നു മോഡൽ എനിക്ക് ഓർമ്മ കിട്ടണില്ല. പണ്ട് ഗൾഫിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ട്രക്ക് കൾച്ചറായിട്ട് അമേരിക്കയിൽ ഫുള്ള്. രക്ഷയിലൊക്കെ ഇട്ടില്ല വണ്ടിയാണ്. എന്താ വണ്ടി. എൻ്റെ ഒരു വലിപ്പം കാണണമെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ വരണം കേട്ടോ. രക്ഷയില്ല. ഇത് ഡ്രസ്സും അങ്ങനത്തെ ജ്വല്ലറി ഐറ്റംസ് ഒക്കെയാണ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ടൊന്നും ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കാന്ന്. ഇവിടെ പാട്ടുണ്ട്. ഞാനെനിക്ക് കാണിച്ചു തരാം. റാപ്പാട്ടാ ഷോർട്ട് ടൈം. It's a beautiful day for a beautiful show. We're about to get this thing started. Gather around. Here we go, y'all. Everybody watch out. Keep the middle lane open. We're going to be flipping. We're going to be flying. Yeah, fellas, are you ready? On the one. Here we go.
Everybody watch out. It's going down. Here we go. What time is it? Showtime. We're going to build a crowd. We're going to get this show started live and direct right here on Fremont Street. First show of the day. You guys might have seen this in a... Let's get it started, fellas. Vegas. Happy holidays. Gather around, y'all. ഫുള്ള് കാഴ്ചകളാണ് ഇവിടെ മെയിൻ ആയിട്ട്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുകളുണ്ട്. എവിടെ ഇപ്പൊ ക്യാമറ കൊണ്ടുവയ്ക്കണ്ടെന്ന് ഭയങ്കര ഒരു കൺഫ്യൂഷനായി. ഇത് മെയിൻ ആയിട്ട് ഈ സ്ഥലം എന്ന് പറയുന്നത് ലെമോൺ സ്ട്രീറ്റ് എന്ന് പറയും. ലാസ് വേഗസിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. ഇത് മിസ്സാക്കാൻ പാടില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. വണ്ടികളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. പൊളി, എല്ലാവരും പൊളിക്കുന്നുണ്ട് അവിടെ, ഒരേ പൊളി. പിന്നെ ഇതൊക്കെ എന്താ, ഇതാണ് നമ്മുടെ മേലെന്ന് സ്ട്രിപ്പ് ലൈൻ ഉണ്ട്. ഇതിങ്ങനെ ടോട്ടൽ മേലെ കൂടെ നമുക്കിങ്ങനെ ഊഞ്ഞാല് പോലെ അറ്റം വരെ ഇങ്ങനെ പോവാം. അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ്. അതിന്റെ പ്രൈസ് എത്രയാണെന്ന് അറിയില്ല, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എക്സ്പെൻസീവ് ആണെങ്കിൽ, എക്സ്പെൻസ് അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അവിടുന്ന് അവിടെ നമുക്ക് പറ്റിയ മെനൊന്നുമില്ല. എല്ലാം കുറച്ച് എക്സ്പെൻസീവായിട്ട് ഫീൽ ചെയ്തു. എന്തായാലും ഇവിടെയും കൂടി ഒന്ന് നടന്ന് ട്രക്ക് കൾച്ചറൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവലാണ്. ഇത് മെക്സിക്കൻ ഫുഡാണ് ഇവിടുത്തെ ടാക്കോസ്. ഇതിലെന്താ മീറ്റ് എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ലിമോൺ സ്ട്രീറ്റിൻ്റെ അപ്പുറത്തൊരു സൈഡാണത്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലാസ് വെഗാസ്, ഡൗൺ ടൗൺ നിവാഡ. എവിടെ ക്യാമറ പോയിന്റ് ചെയ്താലും കാഴ്ചകളാണ് കേട്ടോ. നൈറ്റ് പൊളിയായിരിക്കും ഇവിടെ. പകലെങ്ങനെയാണെങ്കിൽ നൈറ്റ് ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒന്നും പറയണ്ടല്ലോ, വേറെ ലെവലായിരിക്കും. എന്തായാലും നൈറ്റും കൂടിയും ഇവിടെ വന്നിട്ട് ഒന്നുകൂടി കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഫുഡ് കഴിച്ച് നോക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. Hi, do you have anything comes with chicken? Everything comes in chicken. You can choose your meat. Okay, alright. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച ഒരു സാധനം. ഇതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അപ്പം ഇതിൻ്റെ ടോപ്പിങ്സ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ മൂടി. എന്തായാലും ഈ ഒരു കറി എടുത്ത് നോക്കാം. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. ചമ്മന്തി എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. മുക്കിയുണ്ട് അടിക്കന്നെ. ഇത് മെക്സിക്കൻ ഫുഡാണ്. വലിയ എയിമുണ്ടോയെന്ന് അറിയില്ല, എന്നാലും പേടിക്കന്നെ. നല്ല വിശപ്പുള്ളതുകൊണ്ടും ഒരു ലൈം പോട്ടെ. ഈ ഇതുകൊണ്ടല്ല, അത് കുറച്ച് വേണമെങ്കിൽ ഇതിൻ്റെ മേലാണ്ട് ഒഴിച്ചിടാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും ഇത് ഞാൻ കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. ഫുഡ് ഞാൻ വാങ്ങിയപ്പോൾ വലിയ എയിമില്ലെന്ന് വിചാരിച്ച്, പക്ഷെ ഒരു രക്ഷയില്ല, കിടിലൻ ടേസ്റ്റ്. ഇതെന്തോ മെക്സിക്കൻ പപ്പടവും പിന്നെ ചിക്കനും പിന്നെ അവരുടെ സോസും, നല്ല എരിവാട്ടോ. ഇതിന് റേറ്റ് വരുന്നത് $9. യൂസ് നാട്ടിൽ ഏകദേശം ഒരു 600-500 രൂപയുടെ അടുത്ത് വരും. പക്ഷെ അടിപൊളി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ വണ്ടികളൊന്നും ഒക്കെ നെക്സ്റ്റ് ലെവലാട്ടോ, ഒന്നും പറയാനില്ല. ഇതുവരെ കാണാത്ത വണ്ടികളിവിടെ വന്നാൽ കാണാൻ പറ്റും. ശരിക്കും നമ്മൾ അമേരിക്കൻ മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ സെയിം സെറ്റപ്പ്. സെയിം തന്നെയാണല്ലോ അല്ലേ. ഇവിടെ ഒരുപാട് കാണാത്തൊക്കെ എന്താ സംഭവം എന്ന് അറിയില്ല. ഇലക്ട്രിക് മഷ്റൂമോ അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നു. ഇവിടെ മഷ്റൂം ഇവിടെ ലീഗലൈസ്ഡാന്ന് തോന്നുന്നുണ്ട്.
നൈസ് വെതറാണ് കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല ചൂടുണ്ട്. ഈ കാറൊക്കെ ഉണ്ടോ, ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എന്തോ വായ്മോ എൻജിനീയറിങ്, എന്തെങ്കിലും മാപ്പിംഗ് സിസ്റ്റത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഊഹം, അറിയില്ല. ഞാനപ്പോൾ ഒരു ബസ് എടുത്തു കേട്ടോ ഇവിടെ സിറ്റി ടൂറിന് വേണ്ടിയിട്ട്. ഇവിടെ ആണെങ്കിൽ നല്ല ചൂടാണ്, നല്ല വെതറാണ്. ഇംഗ്ലണ്ടിൻ്റെ ആ തണുപ്പെന്ന് ഒരു രക്ഷ. അപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ചുമ്മാ യാത്രയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പകരത്തെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരു നൈസ് ആൻഡ് കാം സിറ്റി, നല്ല രസമുണ്ട്. എല്ലാം നീറ്റ് ആൻഡ് ക്ലീനാണ്, ഭയങ്കര എല്ലാം ഓർഗനൈസ്ഡാണ് മൊത്തത്തിൽ. ഫന കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കാണുമ്പോൾ എനിക്ക് ഗൾഫാണ് ഓർമ്മ വരുന്നത്. റോട്ടിലൊക്കെ എന്തോ ഒരു വെറൈറ്റി സംഭവങ്ങൾ മാർക്കിങ്സ് ഉണ്ട്, എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല. ട്രാമിൻ്റെ ആണോ? അല്ല, ട്രാമല്ല, ഇത് ബസ് സ്റ്റേഷനാണ് കേട്ടോ ഈ കണ്ടത്. ഇവിടെ ഒരു സ്റ്റേഷനുണ്ട്. ഈ ബസ് അവിടെ കയറുമെന്ന് എനിക്കറിയില്ല, ചുമ്മാ ഒരു ബസ് കണ്ടപ്പോൾ ചാടി കയറിയതാണ്. പോലീസുകാർ അടിച്ചു പൊളിച്ച് പോകുന്നുണ്ട്. ഇവിടെ ചൈന ടൗൺ ഉണ്ട്, അതുപോലെ ബാങ്കോക്ക് സ്ട്രീറ്റ് ഉണ്ട്, അങ്ങനെ എല്ലാ മൾട്ടി കൾച്ചറൽ സംഭവങ്ങളെല്ലാ പരിപാടിയുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് ഒരു മരുഭൂമിയാണ് കേട്ടോ, മരുഭൂമിയുടെ നടുക്കുള്ള ഒരു സിറ്റിയാണത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റിലെ പോലെ ഒരു മരുഭൂമിയല്ല, ശരിക്കും ഒരു മലകളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു മരുഭൂമിയാണ്. അപ്പുറത്ത് കാണാം. ഞാനിപ്പോൾ പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് കാറെടുത്ത് പോകണം. ഒരു റെഡ് റോക്ക് കാനിയൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സമയമുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ തിരിച്ച് വീണ്ടും വന്ന് റൂമിൽ വന്ന് വണ്ടി എടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് പോയാലോ എന്നുണ്ട്. അത് ബിഗ് ബസ് ടൂർ. ഇതാ ഒന്നും കൂടി കൺവീനിയൻ്റ് ആണ്. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സിറ്റിയുടെ എല്ലാ മെയിൻ സ്പോട്ടുകളും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ സെയിം മോഡൽ ചീപ്പായിട്ട് ഇത് കിട്ടിയപ്പോൾ ഞാൻ ഇതിൽ കയറാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കത് കാണാൻ പറ്റുമോ അറിയില്ല. നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബാക്കിൽ മലകൾ കാണാം. ഇങ്ങനെ ഒരു ചുറ്റപ്പെട്ട ഒരു സിറ്റിയാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. ലോങ് സൈഡിലൊക്കെ ഒരു വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ കാഴ്സിൻ്റെ പാരഡൈസ് ഒന്നും പറയാനില്ല, വേറെ ലെവല്. അതുപോലെ നമുക്ക് ഒരുപാട് ഹോംലെസ് പീപ്പിളിനും കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഒരു പബ്ബിൻ്റെ സൈഡിൽ ഇരുന്നപ്പോൾ അവന് ബീർ മേടിക്കാൻ കാശില്ല എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ട് ഇരിക്കണ്ടായിരുന്നു, ഒരു സായിപ്പ്, പ്രോപ്പർ അമേരിക്കൻ. അങ്ങനെ പിന്നെ എല്ലാ രാജ്യത്തും ഉണ്ടാവും അങ്ങനെ. അതൊക്കെ വീഡിയോ എടുക്കണതിൽ എനിക്ക് കുറച്ചൊരു ഇതുണ്ട്. എന്നാലും ഇവിടെ ഓരോ ജീവിതങ്ങൾ കാണിക്കാന്നുള്ള രീതിയിലാണ് നമ്മളിത് കാണിക്കുന്നത്. ഒരുപാട് ഇതൊക്കെ മെക്സിക്കൻസ് ആയിരിക്കും കുറേ പേര്, അമേരിക്കൻസ് അല്ല. ഫേസ് കാണാൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കുറേ പേര് ഇവിടെ ഈ ഡ്രഗ്സും അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് കുറേ ആൾക്കാരെ ഞാൻ കണ്ടു ഇവിടെ ഈ സൈഡിൽ കാണാൻ പറ്റും. ഇത് ആക്ച്വലി ഒരു സിൻ സിറ്റി എന്നാണ് ശരിക്കും വേഗസിനെ പറയുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ പേര്. ഇവിടെ 7-11 ഉണ്ട് ഇഷ്ടം പോലെ, നമുക്ക് ചീപ്പായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. മെയിൻ സെയിം നമ്മുടെ തായ്ലാൻഡ് വീഡിയോ കണ്ട പോലെ തന്നെ. ഇതാണ് വേഗസിൻ്റെ ഒരു മോർണിംഗ് കാഴ്ചകൾ. ഇനിയിപ്പോൾ രണ്ടാമത് ഞാനിപ്പോൾ ഈ റൂട്ടൊന്നും രാത്രി വരുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അധികം ആൾക്കാരൊന്നുമില്ല, ഒരു എംറ്റി പോലെ എനിക്ക് ഫീൽ ചെയ്യണം. മെയിൻ ആ ഡൗൺ ടൗൺ ഏരിയയിൽ മാത്രമേ ആൾക്കാരുള്ളൂ, ബാക്കി എല്ലാ സ്ഥലത്തും ആൾക്കാർ കുറവാണ്. അറ്റോമിക് ഗോൾഫ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ട്രിപ്പിൻ്റെ അവിടെ എത്തിത്തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നല്ല നൈറ്റ് ഇതിൽ കൂടെ വന്നായിരുന്നു. ഇതെന്താ സംഭവം എന്നറിയില്ല. എന്തോ ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട്, എന്തോ ചാരിറ്റിയുടെ എന്തോ സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും പുറത്തിറങ്ങി വന്ന് സ്റ്റേയുടെ $1 ഡൊണേഷൻ ഫോർ ഗോഡ്.
കുറേ ആൾക്കാരുണ്ട്. ജമൈക്കൻസ് ആണെന്ന് തോന്നുന്നുണ്ട്. വേൾഡ്സ് ലാർജസ്റ്റ് ഗിഫ്റ്റ് ഷോപ്പ്. ഇവിടെ ഒന്ന് കയറി ഒന്ന് തപ്പി നോക്കാറുണ്ട്. ഇന്ത്യൻ ജ്വല്ലറി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതുപോലെ കുറേ സംഭവങ്ങളുണ്ട്. എന്തൊക്കെ വേണം എല്ലാം ഇവിടെ ഉണ്ട്. ഗ്ലാസ് കുറച്ച് ക്ലിയർ കുറവാണ്, അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. സൈബർ ട്രക്ക് പോകണം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇത് നേരിട്ട് കാണുന്നത്. അടിപൊളി. ലാസ് വെഗാസ് കൺവെൻഷണൽ സെൻറ്റർ. ഇവിടെ എല്ലാതും ഭയങ്കര ജൈഗാൻറ്റിക് ആയിട്ടാണ് ഫീൽ ചെയ്യണം. ഭയങ്കര വലിയ ബിൽഡിങ്ങും. ഇതിപ്പോൾ ക്യാമറയിൽ നിങ്ങൾക്ക് എത്ര മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷേ നമുക്കത് കറക്റ്റ് ഫീൽ ചെയ്യും. ഒരു മെക്ഡൊണാൾഡ്സ് ഉണ്ടോ, മേലുള്ള ബിൽഡിംഗ് ഉണ്ടല്ലേ, കോൺറാഡ്. ഞാൻ ഭയങ്കര വലിപ്പമായിട്ട് തോന്നുന്നു. ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു വലിപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് എത്രത്തോണ്ട് കാണാൻ പറ്റുന്ന അറിയില്ല, വേറെ ലെവലാണ്. നല്ല അടിപൊളി വെതർ, കറക്റ്റ് ടൈം ആട്ടോ. നിങ്ങൾ ആരെങ്കിലും ലാസ് വെഗാസ് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡിസംബർ ടൈമിൽ വന്നാലും കുഴപ്പമില്ല. നൈസ് വെതറാണ്. ഓവർ ചൂടുമില്ല, ഓവർ വെയിലുമില്ല. പിന്നെ ഈ ലാസ് വെഗാസ് കറങ്ങാൻ വേണ്ടി ബിഗ് ബസ് എടുക്കണമെന്ന് ആവശ്യമില്ല. ഇത് $1 വരണുള്ളൂ ടിക്കറ്റിന്, വൺ സൈഡിന്. അതായത് നമ്മുടെ നാട്ടിലൊരു ഏകദേശം ഒരു 80 രൂപയുടെ അടുത്ത്. അത് വിച്ച് വർത്താണ്. നമുക്ക് മൊത്തം ഇതൊന്ന് ചുമ്മാ കണ്ടു ഇറങ്ങി കാണാം. ഞാൻ കാർ എടുത്തിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഞാൻ ആദ്യം എല്ലായിടത്തും വരുമ്പോഴും ഫസ്റ്റ് ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടിൽ കയറി ഫുള്ളൊന്നും പഠിച്ചതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പാർക്കിങ്ങിനും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടാവും. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഡെസേർട്ടിലേക്ക് ഒന്ന് ഇറങ്ങിയാലോ എന്നുണ്ട്. ആ വണ്ടി നോക്ക്, സൂപ്പർ മാർക്കറ്റിൻ്റെ ഇതാണ് കേട്ടോ. മറ്റേ എന്താ പറയുക, നമ്മൾ കൊണ്ടുപോകണ ട്രോളി ഇല്ലേ, അത് വണ്ടിയാക്കിയിരിക്കുകയാണ്. അതിൽ ടൂറിസ്റ്റുകൾ കൊണ്ടുപോകണം. അടിപൊളി ഒരു കാഴ്ച കേട്ടോ. സുബാരു ഇപ്പോൾ നമ്മൾ സ്പിയറിൻ്റെ ഒരു ഷോ ഉണ്ട്. ഇതിവിടെ വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് സ്ക്രീനാണ്. ഞാൻ കാണിച്ചു തരാം. അവിടെ എത്തിയിട്ടില്ല. ഇവിടുന്ന് 19 മിനിറ്റ് പോക്കോ പറയണേ. എവിടെയൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല, മാപ്പിട്ട് നടക്കന്നെ. അപ്പോൾ അത് ആക്ച്വലി കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ വർത്താണ്. കാരണം നമ്മളിവിടെ വരുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത കാലത്ത് ഈ ഭാഗത്തേക്ക് വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരാൾക്ക് ഏകദേശം ഒരു 10,000 രൂപയുടെ അടുത്ത് വരും അതിൻ്റെ ഒരു ടിക്കറ്റിന്, ആ സ്ക്രീനിൽ ഷോ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് വേൾഡിലെ ഇവിടെ മാത്രമേ ഉള്ളൂ, ലോകത്തിലെ ഏറ്റവും വലിയ സ്ക്രീനാണ്. അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. നല്ല വെള്ളം താകും. അപ്പോൾ എന്തായാലും വല്ല ഡ്രിങ്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പവർ റൈഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ കേട്ടോ. ഐ തിങ്ക് ഞാനപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എടുത്തിട്ട്, അത് US മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി ഡ്രിങ്കാണെന്ന് കേട്ടത്. നമ്മുടെ ഒരു കൊളീഗ് സജസ്റ്റ് ചെയ്യണതാണ്, ബ്രിട്ടീഷ് വേ. അപ്പോൾ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഹൈഡ്രേറ്റ് ആയിരിക്കും. ഇവിടെ നല്ല ചൂടുണ്ട്. ഹായ ജസ്റ്റ് വൺ. ഇതൊക്കെയാണ്. ഇതൊരു മോളാണ് കേട്ടോ, ഷോപ്പിംഗ് മോളാണ്. അമേരിക്ക. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ആ റൂട്ടിലേക്കാണ് നടക്കേണ്ടത്. അപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, ഇങ്ങനെ നടന്ന് പോവന്നെ. ഇതൊരു ഹോട്ടലിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഇവിടെ കുറേ പേര് അങ്ങോട്ട് ഇവിടേക്ക് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ബ്രാൻഡഡ് ഷോപ്സുകളാണ് കേട്ടോ. ബെവൽഗാരി, പ്രാഡ, റോളക്സ് ഒക്കെ കണ്ടു പോകാനേ പറ്റുള്ളൂ. അത്രയും എക്സ്പെൻസീവാണ്. ഫുള്ള് ക്രിസ്മസ് ഡെക്കറേഷൻസ് ആട്ടോ. നല്ല രസമുണ്ട്. അവിടെയും ഗാംബ്ലിങ്ങിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഫുള്ള് ഗാംബിൾ സ്ഥലങ്ങളാണ്.
പുറത്തിരുന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ പുറത്തൊന്ന് എക്സിറ്റ് പോകാനാണ് ഉദ്ദേശിക്കണേ. ഇതാ ഹോട്ടലിൻ്റെ മാളിൻ്റെ പുറത്തിറങ്ങിയിട്ടാണ് കേട്ടോ ഇത് ഇവിടുന്ന് പാട്ട് കേൾക്കണം. JBL പൂന്തോട്ടത്തിൽ വരെ JBL. ദിസ് ഈസ് അമേരിക്ക. അതാണ് ആ സ്പിയർ. നമുക്ക് അങ്ങോട്ട് എത്തണം. ഇനി സ്പിയർ അടുത്ത് കാണണമെങ്കിൽ അവിടേക്കുള്ള വഴി മനസ്സിലാവണില്ല. അപ്പോൾ അതാണ് ആ സ്ക്രീന്. അപ്പോൾ പകൽ കാണാൻ വലിയ നമുക്ക് വെളിച്ചം തോന്നില്ല, പക്ഷേ രാത്രി ഇതൊരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ Formula 1 ട്രാക്കൊക്കെ ഇതിൽ കൂടെയാണ്, ഇതിനെ ചുറ്റോറാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് എപ്പിസോഡിലെ വിശേഷങ്ങൾ. ഇനി ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എല്ലാം വിശദീകരിച്ച് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. ഓ മൈ ഗോഡ്, ഇതാണ് കേട്ടോ സാധനം. കാണുമ്പോൾ തന്നെ തലകുത്തി വീഴുമെന്ന് പേടിയാണ്. എൻ്റെ പൊന്നെ, ഇതാണ് കേട്ടോ സ്ക്രീന്. രക്ഷയില്ല, ഇത് കാണേണ്ട ഒരു സംഭവമാണ് ജീവിതത്തിൽ. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ.